गौरभक्त जय जय श्री चैतन्य जयो नित्यानंद जय अद्वैत चंद्र जय गौरभक्त वृंद। हरे कृष्ण 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 हरे 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 राम राम हरे 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 कृष्ण 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 हरे 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 राम हरे हरे। ओम ज्ञानतिमिरन्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। शिला प्रभुपाद की जय, गुरुदेव की चैतन्य चरितामृतम की जय, निताय गौर प्रमानंदे। हरि हरि बोल। हरे कृष्ण। ചൈതന്യ ചരിതാമൃതം അധ്യായം 17 ചൈതന്യ മഹാപ്രഭുവിന്റെ യൗവന ലീലകൾ എന്ന അധ്യായത്തിലെ ഒന്നാമത്തെ ശ്ലോകം. അതിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ, ശ്രീ ഭക്തി വിനോദ ഠാക്കൂർ തന്റെ അമൃത പ്രവാഹ ഭാഷ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് പോലെ 17-ാം അധ്യായം മഹാപ്രഭുവിന്റെ 16-ാം വയസ്സ് മുതൽ അവിടുന്ന് സന്യാസം സ്വീകരിക്കുന്നവരെയുള്ള ലീലകൾ വിവരിക്കുന്നു. ശ്രീല വൃന്ദാവനദാസ് ഠാക്കൂർ മുമ്പേ തന്നെ ഈ ലീലകൾ ചൈതന്യ ഭാഗവത്തിൽ വ്യക്തമായിട്ട് വിവരിച്ചിട്ടുണ്ട്. അതിനാൽ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി അവ ഇവിടെ സംഗ്രഹിച്ച് മാത്രം വിവരിക്കുന്നു. അപ്പോൾ ശ്രീമദ് ഭാഗവതത്തില് വൃന്ദാവനദാസ് ഠാക്കൂർ വിസ്തരിച്ചിട്ട് ചൈതന്യയുടെ ലീലകൾ വർണ്ണിക്കുന്നത് കാരണം ചൈതന്യ ചരിതാമൃതത്തില് നമ്മുടെ കൃഷ്ണ കവിരാജ് ഗോസ്വാമി വളരെ സംക്ഷിപ്തമായിട്ട് വളരെ കുറച്ചായിട്ട് മാത്രമേ വർണ്ണിക്കുന്നുള്ളൂ എന്ന് പറയുന്നു. അവിടെ ലീലകളുടെ ചില ഭാഗങ്ങളുടെ വിശദമായ വിവരണം ഈ അധ്യായത്തിൽ കാണാം. എന്തുകൊണ്ടെന്നാൽ വൃന്ദാവനദാസ് ഠാക്കൂർ അവ വിപുലമായി വിവരിച്ചിട്ടില്ല എന്നാണ്. ഈ അധ്യായത്തിൽ മാമ്പഴ വിതരണോത്സവത്തിന്റെ വിവരണവും ചാന്ദികാസിയുമായുള്ള മഹാപ്രഭുവിന്റെ സംവാദവും നമുക്ക് കാണാം. അവസാനമായി ഈ അധ്യായം യശോദ മാതാവിന്റെ പുത്രനായ കൃഷ്ണ ഭഗവാൻ ശ്രീ ചചി മാതാവിന്റെ പുത്രനായ ഭക്തിയുത സേവനത്തിന്റെ 4 ദിവ്യരസങ്ങൾ ആസ്വദിക്കുന്നത് കാണിച്ചു തരുന്നു. അപ്പോ നമുക്കറിയാം, ചൈതന്യ മഹാപ്രഭു യശോദമാതയുടെ പുത്രൻ കൃഷ്ണ അവതാരത്തിൽ ചൈതന്യ സച്ചിമാതായുടെ പുത്രനായിട്ട് വരുന്നു. അദ്ദേഹം ആസ്വദിച്ച ലീലകളൊക്കെ കാണിച്ചു തരുന്നു. ശ്രീമതി രാധാരണിക്ക് തന്നോടുള്ള നിർവൃതിജനകമായ പ്രേമം മനസ്സിലാക്കുന്നതിന്റെ ഭഗവാൻ കൃഷ്ണൻ ചൈതന്യ മഹാപ്രഭുവിന്റെ രൂപം കൈക്കൊണ്ടു. ശ്രീ രാധാറാണിയുടെ മാനസിക ഭാവം അത്യുത്കൃഷ്ടമായ ഭക്തിഭാവമായി കണക്കാക്കപ്പെടുന്നു. ശ്രീമതി രാധാറാണിയുടെ ഹർഷോന്മാദ അവസ്ഥ ആസ്വദിക്കുന്നതിന് കൃഷ്ണൻ സ്വയം ചൈതന്യ മഹാപ്രഭുവായി അവളുടെ ഭാവം കൈവരിച്ചു. മറ്റാർക്കും ഇത് ചെയ്യാൻ കഴിയില്ല. അപ്പം മഹാപ്രഭു രാധാറാണിയുടെ ഭാവം സ്വീകരിച്ച് ഗൗരംഗിയായിട്ട് വരുന്നതും വേറെ ആൾക്കും അത് സ്വീകരിക്കാൻ പറ്റത്തില്ല എന്ന് വ്യക്തമാക്കി തരുന്നു. ശ്രീകൃഷ്ണൻ ചതുർഭുജനായ നാരായണ രൂപം കൈക്കൊണ്ടപ്പോൾ ഗോപികമാർ അവിടെ നിന്നോടി ആദരവ് പ്രകടിപ്പിച്ചു. പക്ഷേ അവർ അവിടെ നിന്നോടി വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല. അപ്പൊ രാസലീലയൊക്കെ കഴിഞ്ഞ് ഭഗവാൻ മുങ്ങിയ സമയത്ത് ഭഗവാനെ തിരക്കി ഗോപസ്ത്രീകളെല്ലാം ഓടി നടന്ന സമയത്ത് അവിടെ നാരായണ രൂപത്തിൽ കൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട് അവര്, ഞങ്ങളുടെ കൃഷ്ണനെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ തന്നെയാണ് കൃഷ്ണൻ എന്ന് പറഞ്ഞ് നിന്നപ്പോൾ നാരായണനാണ്. അപ്പൊ അവര് അത്ര കാരണം അത്ര കാര്യം അവർക്ക് അറിയേണ്ടത് കൃഷ്ണനെയാണ്, നാരായണനെയല്ല. അപ്പൊ അവരത് ശ്രദ്ധിക്കാതെ പോയി. ആ സമയത്താണ് രാധാറാണി വരുന്നത്. രാധാറാണി വന്ന മാത്രയിൽ 4 കൈകൾ ഇവിടെ പോയിട്ട് അറിയത്തില്ല, ഓട്ടോമാറ്റിക്കലി 2 കൈ വന്നു, ഓടക്കുഴലും വന്നു. അപ്പൊ ശ്യാമസുന്ദര രൂപം വന്നു. അപ്പൊ അതാണ് രാധാറാണിയും കൃഷ്ണനും തമ്മിലുള്ള ആ ഒരു റിലേഷൻ. അപ്പൊ അത് കാരണം അത് അങ്ങനെയാണ് ആ ഒരു ലീല നടക്കുന്നത്. ഹർഷോന്മാദ പ്രണയത്തിൽ കൃഷ്ണൻ ഒഴികെയുള്ള എല്ലാ ആരാധ്യ രൂപങ്ങളെയും നിരസിക്കപ്പെടുന്നു. എല്ലാ ഗോപികമാരിലും വെച്ച് ഏറ്റവും ഉന്നതമായ ഹർഷോന്മാദ പ്രേമം ശ്രീമതി രാധാറാണിക്കുള്ളത്. കൃഷ്ണൻ അവിടുത്തെ നാരായണ രൂപത്തിൽ രാധാറാണിയെ കണ്ടപ്പോൾ അവിടുന്ന് തൻ്റെ നാരായണന്റെ രൂപം കാത്തു സൂക്ഷിക്കാൻ കഴിയാതെ വരികയും വീണ്ടും കൃഷ്ണന്റെ രൂപം സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ വൃജഭൂമിയുടെ രാജാവ് നന്ദഗോപരാണ് നവദ്വീപിലെ അതേ വ്യക്തി മഹാപ്രഭുവിന്റെ പിതാവായ ജഗന്നാഥ് മിശ്രയും. അതുപോലെ യശോദ വൃജയുടെ റാണിയാണ് ചൈതന്യ ലീലയിൽ അവർ സച്ചിമാതായും. അതുകൊണ്ട് സച്ചിയുടെ പുത്രൻ യശോദയുടെ പുത്രനാണ്. ദാസ്യഭാവത്തിലും സഹോദര ഭാവത്തിലും
ശ്രീ നിത്യാനന്ദൻ വാത്സല്യ പ്രേമത്തിന്റെ ഹർഷോന്മാദാവസ്ഥ അനുഭവിക്കുന്നു. അദ്വൈത പ്രഭു ദാസ്യത്തിന്റെ ഭ്രാതൃസ്നേഹത്തിന്റെയും നിർവൃതിജനകമായ ഭാവം പ്രദർശിപ്പിക്കുന്നു. അങ്ങനെ മഹാപ്രഭുവിന്റെ മറ്റെല്ലാ പാർഷകരും തങ്ങളുടെ മൗലികമായ പ്രേമഭാവത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് മഹാപ്രഭുവിന്റെ സേവനങ്ങളിൽ വ്യാപൃതരാകുന്നു. ഓരോരുത്തരും അപ്പോൾ ഇവിടെ നിത്യാനന്ദ പ്രഭു എല്ലായ്പ്പോഴും വാത്സല്യ രസത്തിലാണ്. കൃഷ്ണലീലയിലെ വളരെയധികം സർവീസ് ഭാവത്തോടു കൂടി വാത്സല്യ രസത്തിലുമായിരുന്നു ബലരാം നിന്നത്. കാരണം യശോദമായി പല സമയങ്ങളിലും കൃഷ്ണനെ വിളിക്കാൻ വരുമ്പോൾ കൃഷ്ണൻ കളിയിൽ ശ്രദ്ധിക്കും. ഒരു ദിവസം പെരുന്നാൾ ബർത്ത്ഡേയുടെ അന്ന് അച്ഛന് ഭക്ഷണം കഴിക്കാതിരിക്കുന്ന കൃഷ്ണ വാ എന്ന് പറഞ്ഞപ്പോഴും അവര് കളി വിട്ട് പോകാൻ നേരത്ത് കൂട്ടുകാർ പറഞ്ഞു, കൃഷ്ണ നീ പോയി കഴിഞ്ഞാൽ നിന്നെ നാളെ തൊട്ട് കളിപ്പിക്കത്തില്ല. അപ്പൊ കൃഷ്ണന് പോകാതിരിക്കാനും വയ്യ, കളിക്കുകയും ചെയ്യണം. അമ്മ ദേഷ്യപ്പെടും. ഈ അവസ്ഥയിൽ 2-3 തവണ യശോദമ്മ വരുന്നു. അവസാനം നിവൃത്തിയില്ലാതെ പെട്ടെന്ന് കളി നിർത്തി പോകാവുന്ന സമയത്ത് വൃന്ദാവൻ ഈ കളി സ്ഥലത്ത് നിന്ന് നന്ദഗോപരുടെ യശോദമ്മയുടെ വീട് വരെ പോകാനായിട്ട് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ ബലരാം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ ദൂരം വൃന്ദാവനത്തിൽ കുറച്ച് കൊടുത്തു. ഇങ്ങനെയൊക്കെയുള്ള കൃഷ്ണലീലയിൽ സപ്പോർട്ടാണ്, സേവയാണ് ബലരാം ചെയ്യുന്നത്. അപ്പോൾ അത് വൃന്ദാവനം അടുപ്പിച്ചു കൊടുത്തപ്പോൾ വീട്ടിലോട്ട് പോകാൻ വളരെ ചെറിയ സമയമെടുത്തുള്ളൂ. വളരെ കുറച്ച് ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ലീലകള് ബലരാമൻ ചെയ്യുന്നു. അവർ ആസ്വദിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം ശ്യാമസുന്ദരനായ കൃഷ്ണനായി വേണു ഊതിയും ഗോപന്മാർക്കൊപ്പം നൃത്തമാടിയും ആസ്വദിക്കുന്ന അതേ നിരപേക്ഷ സത്യം ചിലപ്പോൾ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിക്കുകയും ചൈതന്യ മഹാപ്രഭുവിന്റെ ഭാഗം സ്വീകരിക്കുകയും സന്യാസം എടുക്കുകയും ചെയ്യും. എന്നാൽ അതേ കൃഷ്ണൻ ഗോപസ്ത്രീകളുടെ പ്രണയം സ്വീകരിച്ച് എന്നത് വിരോധാഭാസമായി കാണപ്പെടുന്നു. തീർച്ചയായും ഈ സാധാരണ വ്യക്തിക്ക് ഒരു സാധാരണ വ്യക്തിക്ക് ഇത് മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. എന്നാൽ നാം പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ അചിന്തികമായ ശക്തി വിശേഷങ്ങൾ അംഗീകരിക്കുന്ന പക്ഷം എല്ലാം സാധ്യമാണെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പൊ ഭഗവാന്റെ ലീലകളും ഭഗവാന്റെ കാര്യങ്ങളും ഒക്കെ മനസ്സിലാകണമെങ്കിൽ അത് ആദ്യമേ തന്നെ ഈ അചിന്ത ലീലകളാണെന്നും ഭഗവാന്റെ ജന്മകർമ്മ ചമയ ദിവ്യം, ആ ജന്മത്തിന്റെയും കർമ്മത്തിന്റെയും ആ ദിവ്യമായ സ്വരൂപ ഭാവം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് ഈ ലീലയിലൊക്കെ ആസ്വാദനം ഉണ്ടാകുള്ളൂ എന്ന് ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു. അല്ലാത്തിടത്തോളം കാലം അവർക്ക് ആർക്കും ഇതൊന്നും മനസ്സിലാകില്ല, അതിലൊരു ആസ്വാദനവും ഉണ്ടാകില്ല. ഇത് സംബന്ധിച്ച് ഭൗതികവാദികളുടെ ആവശ്യമില്ല. കാരണം അചിന്ത്യ ശക്തിയുടെ കാര്യത്തിൽ ഭൗതികമായ വാദങ്ങൾ നിരർത്ഥകമാണ്. 17-ാം അധ്യായത്തിൽ അന്ത്യത്തിൽ ശീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ശീല വ്യാസദേവന്റെ കാലടികൾ പിന്തുടർന്നുകൊണ്ട് ആദിലീലയുടെ സംഗ്രഹം നൽകിയിരിക്കുന്നു. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്കിനി 1-ാമത്തെ ശ്ലോകത്തിലോട്ട് കയറാം. അതായത് വന്ദേ സ്വൈരാദ്ഭുതേഹം തം ചൈതന്യം യത് പ്രസാദതഃ യവനാഹ സമുന്നയന്തോ കൃഷ്ണനാമ പ്രജൽപതാം. വന്ദേ ശില പ്രഭുപാദിക്ക് പദാനുപദ തർജിമ ശ്രദ്ധയോട് കേൾക്കുക. വന്ദിക്കുന്നു സ്വതന്ത്രനായ അദ്ഭുത അസാധാരണവും ഈഹം ആരുടെ പ്രവർത്തനങ്ങൾ തം അദ്ദേഹത്തിന് ചൈതന്യം ശ്രീ ചൈതന്യ മഹാപ്രഭു ആരുടെ പ്രസാദാത് കാരുണ്യത്താൽ യവനഹ അശുദ്ധന്മാർ പോലും സമുന്നയന്റെ മാന്യരായ മനുഷ്യരായി മാറുന്നു. കൃഷ്ണനാമത്തിന്റെ പ്രജൽപക ജപത്താൽ. വിവർത്തനം ശീലപ്രഭാതിക്ക്. ആരുടെ കാരുണ്യത്തിലാണോ അശുദ്ധരായ യവനന്മാർ പോലും ഭഗവത് നാമജപത്തിൽ സുജാതരായ മാന്യന്മാരായി പരിണമിക്കുന്നത്, ആ ചൈതന്യ മഹാപ്രഭുവിനെ ഞാൻ പ്രണമിക്കുന്നു. അവിടുത്തെ ശക്തി അത്രത്തോളം മഹത്തരമാണ്. ഭാവാർത്ഥം ശീലപ്രഭാതിക്കുകയും. ജാതി ബ്രാഹ്മണർക്കും ഉന്നതരായ വൈഷ്ണവർക്കും തമ്മിൽ സ്ഥിരമായ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ശരീരം മാറ്റാതെ ഒരു ബ്രാഹ്മണനാകാൻ കഴിയില്ലെന്ന് ജാതി ബ്രാഹ്മണർ അഥവാ സ്മാർത്തർ അവകാശപ്പെടുത്തുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ജന്മം കൊണ്ടല്ല ഒരാൾ ബ്രാഹ്മണനാകേണ്ടത്, കർമ്മം കൊണ്ടാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. പക്ഷെ പൊതുവെ പ്രഭുപാദ് വ്യക്തമായിട്ട് പലയിടത്തുമൊക്കെ പല കാര്യങ്ങൾ പറയും. പൊതുവെ ആൾക്കാർ പറയുന്നത്
ജന്മം കൊണ്ടാണ് ബ്രാഹ്മണനാകുന്നതെന്ന് അതിനെ പ്രഭു അസന്നിഗ്ധമായിട്ട് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഖണ്ഡിക്കുന്നു. നമ്മൾ നിരവധി തവണ ചർച്ച ചെയ്തിട്ടുള്ളത് പോലെ, കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി സ്വാമിയാൽ വിവരിക്കപ്പെട്ടിട്ടുള്ളത് പോലെ, ഭഗവാൻ പരമമായ ശക്തിയാൽ സർവവും സാധ്യമാണ്. ചൈതന്യ മഹാപ്രഭു കൃഷ്ണനെ പോലെ പൂർണ്ണ സ്വതന്ത്രനാണ്. അതിനാൽ ആർക്കും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടാനാവില്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ തന്റെ കാരുണ്യത്താൽ ഒരു യവനവനെ അഥവാ അവൈദിക തത്വങ്ങൾ പിന്തുടരുന്ന ഒരശുദ്ധനെ പോലും ഗുണവാനായ ഒരു മനുഷ്യനാക്കി മാറ്റാൻ കഴിയും. തങ്ങളുടെ കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിന്റെ പ്രചാരണത്തിൽ വാസ്തവത്തിൽ ഇത് സംഭവിക്കുകയും എപ്പോഴാണ് കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിലെ അംഗങ്ങൾ ഭാരതത്തിൽ ജനിച്ചവരല്ല, അവർ വൈദിക സംസ്കാരമുള്ളവരുമല്ല. പക്ഷേ 4 or 5 വർഷം കാലയളവിൽ ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപത്തിലൂടെ മാത്രമേ അവർക്ക് ഉത്കൃഷ്ടമായ ഭക്തരായി ഉത്കൃഷ്ടമായ ഭക്തന്മാരായി തീർന്നിരിക്കുന്നു. ഭാരതത്തിൽ പോലും ഈ ശ്രേഷ്ഠ വൈഷ്ണവർ സ്വാഗതം ചെയ്യപ്പെടുന്നു. അപ്പൊ ഇവിടെ അതിനൊരു ഉദാഹരണമാണ്. അപ്പൊ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് അല്പബുദ്ധികൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിലും ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രത്യേക ശക്തിയാണിത്. വാസ്തവത്തിൽ ഒരു കൃഷ്ണാവബോധ വ്യക്തിയുടെ ശരീരം പല വിധത്തിലും പരിണമിക്കുന്നു. അമേരിക്കയിൽ പോലും ഞങ്ങളുടെ ഭക്തർ തെരുവിൽ കീർത്തനം ചെയ്യുമ്പോൾ അവർ യഥാർത്ഥത്തിൽ അമേരിക്കക്കാരനാണോ എന്ന് മാന്യരായ അമേരിക്കൻ വനിതകളും പുരുഷന്മാരും ചോദിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അമേരിക്കക്കാർ ഇത് പെട്ടെന്ന് അത്രയും നല്ല ഭക്തരാകാൻ സാധിക്കുമെന്ന് ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. നമുക്കത് ഡീറ്റെയിൽസ് നമുക്ക് സമയം ചുരുങ്ങിയത് കൊണ്ട് പെട്ടെന്ന് അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിന്റെ ചൈതന്യ മഹാപ്രഭു എന്ന്, അതായത് എന്തുകൊണ്ട് ചൈതന്യ മഹാപ്രഭു എന്ന് വിളിക്കുന്നു? നമ്മളിത് കണ്ടു. ചൈതന്യ മഹാപ്രഭുവിന്റെ കൃപ കൊണ്ട് മ്ലേച്ഛ കുടുംബത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണേലും മഹാഭക്തനായിട്ട് ശ്രേഷ്ഠ ബ്രാഹ്മണനായിട്ട് ജീവിക്കാൻ സാധിക്കുന്നു. എന്താ കാരണം? പ്രഭു എന്നാൽ അതിൻ്റെ അർത്ഥം കൃഷ്ണൻ എന്നാണ്. എന്നാൽ 2 രാധാറാണിയുടെ ഭാവത്തിൽ വന്നതുകൊണ്ട് മഹാപ്രഭുവായി. എന്തുകൊണ്ട് ചൈതന്യ മഹാപ്രഭുവിനെ മഹാപ്രഭു എന്ന് വിളിക്കുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ, പ്രഭു എന്നാൽ കൃഷ്ണനാണ്. അതിലുപരി രാധാറാണിയുടെ ഭാവത്തിൽ വന്നതുകൊണ്ടാണ് മഹാപ്രഭു എന്ന് പേര് വന്നത്. ഇനി നമോ മഹാവദന്യായ എന്ന് പറഞ്ഞു. മഹാവദന്യായ ഏറ്റവും കരുണയുള്ള രൂപം, കൃപാലുവാണ്. ഉദാഹരണം, കൃഷ്ണ കൃപാലു, എന്നാൽ ഏറ്റവും അധികം കൃപാലു കൃഷ്ണന്റെ ഭക്തൻ. അപ്പം കൃഷ്ണൻ വന്നത് ഭക്തന്റെ ഭാവത്തിൽ, അതിനാൽ ഏറ്റവും ശ്രേഷ്ഠമായ കൃപാലു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മഹാവദനായ എന്ന് പറയുന്നത്. അതായത് ഭഗവാന്റെ ഭക്തനാണ് ഏറ്റവും കൃപാലു, കരുണാവാരി ആയതിനാൽ ഭഗവാന്റെ ഭക്തന്റെ രൂപത്തിൽ ചൈതന്യ മഹാപ്രഭു വന്നതുകൊണ്ട് അദ്ദേഹം അതിശ്രേഷ്ഠമായ കൃപാലുവാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മഹാവദന്യായ എന്ന് വിളിക്കപ്പെടുന്നത്. ആ മഹാവദന്യന്റെ കൃപ കൊണ്ട് ചണ്ടാല കുടുംബത്തിൽ പറഞ്ഞ ഒരാളായാലും കൃഷ്ണ സയൻസ് പഠിച്ചുവെങ്കിൽ, ഭഗവാനിൽ പൂർണ്ണ വിശ്വാസവുമുണ്ടെങ്കിൽ, ഭഗവാന്റെ നാമം നിത്യം ഉപാസനയിൽ കൂടി ജപിക്കുകയും ഭഗവത്ഗീത, ഭാഗവതം, ചൈതന്യ ചരിതാമൃത ഇത്യാദി അമൂല്യ ഗ്രന്ഥങ്ങൾ പഠിച്ച് പഠിതാത്മാവാണ് എങ്കിൽ ആ വ്യക്തി തൻ്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുമെങ്കിൽ ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കുന്ന ഗുരുവായി തീരുമെന്ന് ഉപദേശാമൃതത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. അത് ഇവിടെ ചൈതന്യ മഹാപ്രഭു ഇവിടെ നമുക്ക് ദൃഷ്ടാന്തമായിട്ട് കാണിക്കും. അതുകൊണ്ടാണ് മഹാവദനായ. ഇനി 4-മത്തെ ഇത്, കൃഷ്ണൻ പ്രഭുവായി വരുന്നത് മഹാമന്ത്ര നാമ കീർത്തനവുമായി. പ്രഭുവായിട്ട് വരുന്ന, ഭക്തനായിട്ട് വരുന്ന വെറുതെയല്ല, മഹാമന്ത്ര നാമ കീർത്തനമായിട്ടാണ് വരുന്നത്. മഹാൻ എന്നാൽ മഹാമന്ത്ര. അപ്പം ഏറ്റവും ശ്രേഷ്ഠമായ മന്ത്രം കൊണ്ട് വരുന്നത് കൊണ്ട് അദ്ദേഹം മഹാൻ ആണ്. ഗൗരംഗ ബലിതേ ഹൈബേ പുലക ശരീര. ഹരി സ്വയം ഹരി എന്ന് പറയുന്നു. ഹരി സ്വയം കൃഷ്ണഭജൻ ചെയ്യുന്നു, സങ്കീർത്തനം ചെയ്യുന്നു. അതായത് ഹരി സ്വയം ഭക്തനായിട്ട് വന്നു, ഹരി സ്വയം കൃഷ്ണൻ ഭജൻ ചെയ്യുന്നു. അതായത് ഭക്തനായിട്ട് വന്നിട്ട്
സങ്കീർത്തനം ചെയ്യുന്നു. മഹാൻ മഹാമന്ത്ര പ്രഭു കൃഷ്ണൻ. അപ്പൊ കൃഷ്ണൻ മഹാമന്ത്ര സങ്കീർത്തൻ ചെയ്യുന്നത് കൊണ്ട് മഹാപ്രഭു എന്ന് വിളിക്കുന്നു. കൃഷ്ണൻ മഹാൻ എന്ന് പറഞ്ഞാൽ മഹാമന്ത്ര, പ്രഭു എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ. കൃഷ്ണൻ മഹാമന്ത്ര സങ്കീർത്തനം ചെയ്യുന്നത് കൊണ്ട് മഹാപ്രഭു എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നു. ഇനി കലിയുഗത്തിൽ അവതരിച്ചത് 1. 2 രൂപമാധുരി, ചുട്ടുപഴുത്ത സ്വർണത്തിന്റെ നിറം, അതിസുന്ദരൻ, കറുകറുത്ത മുടി തോളത്തം വരെ നീണ്ടു കിടക്കുന്നു. തേനീച്ചയും പൂമ്പാറ്റയും ഈ മുടിക്ക് ചുറ്റും മൂളി നടക്കുന്നു. കാരണം അത്രയ്ക്ക് സൗന്ദര്യമാണ്, നിറമാണ്. കാര്യം രൂപഗോസ്വാമി സനാതന ഗോസ്വാമിയോട് പറയുന്നുണ്ട് ഒരിക്കല്, ആ രാധാറാണിയുടെ മുടി കരിനാഗം മാതിരിയാണെന്ന്. പക്ഷേ ആ ഒരു ഉപമ സനാതന ഗോസ്വാമിക്ക് അത്ര അങ്ങ് രസിച്ചില്ല. എന്നാൽ സനാതന ഗോസ്വാമി ഒരു ദിവസം കുളിക്കുന്ന സമയത്ത് അന്ന് സ്ത്രീകളുടെ പുരുഷന്മാരുടെ കടവ് പ്രത്യേകമായിരുന്നു. അപ്പോൾ ഒരു സ്ത്രീ പുറകു തിരിഞ്ഞ് നിൽക്കുന്നു. കരിനാഗം മാതിരി ഉള്ള മുടി കണ്ടിട്ട് കരിനാഗമാണെന്ന് ഒച്ച വെക്കുന്നു. പക്ഷെ ശബ്ദം വെളിയിലോട്ട് വരുന്നില്ല. ഓടിപ്പോയപ്പോഴത്തേന് ആ സ്ത്രീ അപ്രത്യക്ഷമായി. അപ്പം മനസ്സിലായി സനാതന ഗോസ്വാമിക്ക് ഇത് രാധാറാണിയായിരുന്നു. രൂപഗോസ്വാമി വർണ്ണിച്ചത് കറക്റ്റ് ആയിരുന്നു. എനിക്ക് എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നിയത് തെറ്റായി പോയി എന്ന് സനാതന ഗോസ്വാമിക്ക് മനസ്സിലാകുന്നു. അപ്രകാരം രാധാറാണിയുടെ ഭാവമായതുകൊണ്ട് അദ്ദേഹത്തിന്റെ മുടി അങ്ങനെ കറുകറുത്തായിട്ട് തോളറ്റം വരെ കിടക്കുന്നു. ആ മുടിക്ക് ചുറ്റുമായിട്ട് തേനീച്ചയും പിന്നെ മറ്റ് ചിത്രശലഭങ്ങളും ഇതൊക്കെ മൂളി നടക്കുന്നു, ആസ്വാദിക്കുന്നു, ഹരിനാമം ജപിച്ച് മൂളി നടക്കുന്നു. അപ്പൊ ചന്ദ്രൻ മാതിരി സുന്ദരമായ മുഖം തിലകത്താൽ അലങ്കരിച്ചിരിക്കുന്നു. അതിസുന്ദരമായ ഡ്രസ് അണിഞ്ഞിരിക്കുന്നു. ചിരിയുടെ മാധുര്യം ഭൗതിക ലോകത്തിലെ മായയിൽ നിന്ന് വെളിയിൽ വരുന്നു. ആ ചിരി കണ്ടാല് കൃഷ്ണഭക്തിയുടെ യൂണിക് കാണിച്ചു തരുന്നു ലോകത്തിന്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഡ്രസ് വിധാനം, അദ്ദേഹത്തിന്റെ തിലകം, അദ്ദേഹത്തിന്റെ നടത്തം, അദ്ദേഹത്തിന്റെ ചിരി എന്ന് വേണ്ട ഇതെല്ലാം ആസ്വദിക്കുമ്പോൾ ആ വ്യക്തി മായയുടെ നിന്ന് വെളിയിൽ. അതുകൊണ്ടാണ് മായാപൂർ എന്ന് പറയുന്ന, മായ പിടിക്കാത്ത ഒരു സ്ഥലമാണ് മായാപൂർ, രാധാറാണി സൃഷ്ടിച്ചത്. അപ്പൊ ആ മായാപൂരിലെ ഗൗരചന്ദ്രൻ, അത്രയ്ക്ക് സുന്ദരനായ ആ ഗൗരചന്ദ്രൻ ഭക്തിയുടെ യൂണിക് കാണിച്ചു തരുന്നു ലോകത്തിന്. സഖേ കലായ ഘോരം ഉദാരം നിന്ദിന ഹഠക കാന്തി കലേവര ഗർവിത താരകാമാരം മധുര രഞ്ജിത മാലതി മണ്ഡിത ജിതഘന കുഞ്ചിത കേശം തിലക വിനിന്ദിത ശശതാര രൂപക ഭുവന മനോഹാര വേഷം സഖേ കാലായ ഘോരം ഉദാരം മധുര മധുരാസ്മിതോ ലോഭേ തനുതീർത്ഥ അനുപമ ഭാവ വിലാസം നിഖില നിജ ജനം മോഹിത മാനസ വിഗതീദാത ഗദ്ഗദ പാശം പരമാ കിഞ്ചിന നാരഗണ കരണവിധാരണശീലം ശോഭിത ദുർമതി രാധാ മോഹന നാമകനെ രൂപമാ ലീല എന്ന് വെച്ചാൽ ജയ ജയ നന്ദന ജയ ഗൗരഹരി ജയ ഗൗരഹരി ജയ ഗൗരഹരി. ഇവിടെ വിഷ്ണുപ്രിയ പ്രാണധന നദീയ വിഹാരി എന്നാണ് പറയുന്നത്. ഹരിബോൽ ഹരിബോൽ നിതായ് ഗൗര ഹരിബോൽ, ഇങ്ങനെയാണ് ശ്രുതിക്കുന്നത്. അതായത് വിഷ്ണുപ്രിയ പ്രാണധന നദിയ വിഹാരി, ഹരിബോൽ 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 നിതായ് ഹരിബോൽ. അങ്ങനെ ഭജൻ കീർത്തൻ ഒരു ദിവസം ചെയ്താൽ മായ വാഷ് ചെയ്ത് ക്ലീൻ ആക്കി തരും നമ്മുടെ ഹൃദയം. ഒരു ദിവസം ഏതൊരു വ്യക്തി ഭജന കീർത്തനം ചെയ്തു കഴിഞ്ഞാൽ മായ നമ്മളെ വാഷ് ചെയ്ത് ക്ലീൻ ആക്കി തരും. എന്നാൽ ദിവസവും ചെയ്താലോ,
പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഏതൊരു വ്യക്തി ദിവസവും ഭഗവാന്റെ നാമവും ഭഗവാന്റെ ഭജനങ്ങളും ഒക്കെ ചെയ്യുന്ന വ്യക്തിയുടെ ഹൃദയം സ്വയം ക്ലീനാക്കി തരും എന്ന് പറയും. ചേതോദർപ്പണമാർജനം എന്ന് പറഞ്ഞ മാതിരി അത് ക്ലീൻ ആക്കി തരും. എന്നാൽ ദിവസവും ചെയ്യുന്ന വ്യക്തിയുടെ കാര്യം പറയേണ്ടതില്ലല്ലോ എന്നിവിടെ സൂചിപ്പിക്കുന്നു. ഇവിടെ നമുക്ക് അർത്ഥം അറിയത്തില്ല എങ്കിലും നമ്മുടെ ഹൃദയത്തിൽ കയറും. എങ്ങനെയെന്ന് വെച്ചാൽ നല്ല ശ്രവണത്തിൽ കൂടി, അതായത് ഇമ്പമായ ഒരു ശ്ലോകം വളരെ ഇമ്പമായിട്ട് ആലപിക്കുന്നത് കേൾക്കുമ്പോൾ നമ്മൾ ചെവിക്ക് ആസക്തി കൂടുന്നത് കേൾക്കാനായിട്ട്. അങ്ങനെ അത് ഹൃദയത്തിൽ കയറും. എന്നാൽ നല്ല ശ്രവണം, അതായത് ഈണം, ഉച്ചാരണ ശുദ്ധി, സാധന തുടർച്ചയായി വരുന്നുണ്ട്. അപ്പം ചെവിയിൽ കയറുന്നു. അത് ഉച്ചാരണ ശുദ്ധിയിൽ ഉണ്ടാകുമ്പോൾ ആ പദത്തിന്റെ അർത്ഥം മനസ്സിലാകുമ്പോൾ ചെവി കൂടെ നമ്മുടെ ഹൃദയത്തിൽ കയറി അർത്ഥവും മനസ്സിലാക്കുമ്പോൾ നമ്മളത് കൂടെ നമ്മളത് ശ്രവിക്കുകയും നമ്മൾ ചെല്ലുകയും സ്വയം ചെല്ലുമ്പോൾ അതിൻ്റെ അർത്ഥവും കൂടെ മനസ്സിലാകുമ്പോൾ അതിമധുരമായിട്ട് നമ്മളുടെ ഹൃദയത്തിൽ കയറുന്നു. അത് നമുക്ക് ഇമ്പത്തിൻ്റെയും ഉച്ചാരണ ശുദ്ധിയുടെയും അർത്ഥത്തിൻ്റെയും പരിണത ഫലമായി നമ്മളുടെ ഹൃദയത്തിലും തലച്ചോറിലും അത് രജിസ്റ്റർ ആകുന്നു. അപ്പൊ സാധന തുടർച്ചയായി ഇവിടെ എല്ലാം കാണാതെ പഠിക്കാം. ഹൃദയത്തിൽ കയറും, ഹൃദയം ക്ലീൻ ആകും, നാം പോലും അറിയാതെ. ഇതാണ് നാമജപത്തിൻ്റെയും കീർത്തനത്തിൻ്റെയും ഭഗവാന്റെ ഉത്തമ ശ്ലോകങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത. അതായത് ഭഗവാൻ പറയുന്നുണ്ട്, ഏതൊരു വ്യക്തി എൻ്റെ ഭക്തൻ ശരീരം വെടിയുമ്പോൾ ആ വ്യക്തി ഏതൊരു ശ്ലോകം ആ വ്യക്തിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നോ ആ ശ്ലോകവും ആധ്യാത്മിക ഗുരുനാഥനും ഏത് രൂപമാണ് ആൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള, കൃഷ്ണന്റെ ഒരുപാട് രൂപമുണ്ടല്ലോ, ആ രൂപം അവിടെ എത്തിയിരിക്കുമെന്ന് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു. ശരീരം വെടിയുന്ന സമയത്ത് ഹമാര ജീവൻ സദാ പാപേര നഹിത്വ, ഹമാര ജീവൻ സദാ പാപേര നഹിത്വ പുണ്യറിലേഷേ. അതായത് എൻ്റെ ജീവിതം മുഴുവൻ പാപത്താൽ നിറഞ്ഞു നിൽക്കുന്നു. ഇവിടെ കീർത്തൻ നമ്മളെ കൺവിൻസ് ചെയ്യുന്നു. അപ്പം ഏതൊരു വ്യക്തിയുടെ, മഹാപ്രഭു പറയുന്ന എൻ്റെ ജീവിതം മുഴുവൻ പാപത്താൽ നിറഞ്ഞിരിക്കുന്നു എന്ന്. എന്നാൽ നമ്മുടെ ജീവിതമാണ്, മഹാപ്രഭുവിൻ്റെ അല്ല. അപ്പം നമ്മളുടെ ജീവിതം മൊത്തം പാപത്താൽ നിറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇവിടെ കീർത്തൻ നമ്മളെ കൺവിൻസ് ചെയ്യുന്നു, എന്നിട്ട് തെറ്റ് തിരുത്തി തരുന്നു. അപ്പോൾ ദിവസവും ഹരിനാമം ജപിക്കുമ്പോഴോ ചേതോദർപ്പണം വെറുതെയല്ല ചൈതന്യ മഹാപ്രഭു പറഞ്ഞത്. അപ്പൊ ദിവസവും ഹരിനാമം ജപിക്കുകയും കീർത്തനം ചൊല്ലുകയും ചെയ്യുന്ന ഒരു വ്യക്തി എത്ര വലിയ പാപിയാണേലും, മേരു പർവ്വതത്തിന്റെ അത്രയും പാപം ഉണ്ടെങ്കിലും അതിനെ ഹരിച്ചു കളയും. ഹരിച്ചു കളയും, രാധാറാണി ഹരിച്ചു കളയും, കത്തിച്ചു കളയും എന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുന്നു. അതാണ് മഹാപ്രഭു. അപ്പൊ ആ മഹാപ്രഭു പാപികളുടെ എല്ലാം ഹൃദയത്തിലെ പാപങ്ങളെ കത്തിച്ചു കളയുന്നു, ഹരിക്കുന്നു. എന്നിട്ട് അവരുടെ തെറ്റ് തിരുത്തി നല്ലൊരു വ്യക്തിയാക്കി മാറ്റുന്നു, ജെന്റിൽമാനാക്കി മാറ്റുന്നു. ഇവിടെ ഭക്തിയുടെ മാർഗത്തിൽ ഹിന്ദുജാസിസം വളരെ അത്യാവശ്യമാണ്, പ്രാധാന്യമാണ്. അവിടെ ഡിസിപ്ലിൻ വരുന്നു, ക്ഷമ വരുന്നു, ദൃഢത വരുന്നു, സഹിഷ്ണുത വരുന്നു. അങ്ങനെ ഉള്ള എല്ലാ നല്ല ക്വാളിറ്റിയും അവിടെ ഉണ്ടാകുന്നു. ഈ പ്രകാരം 64 ക്വാളിറ്റി രൂപഗോസ്വാമി പറയുന്നു. അദ്ദേഹം പറയുന്നു, നിങ്ങൾ കൃഷ്ണഭക്തനായിട്ട് ഹരിനാമം സ്ഥിരതയോടുകൂടിയും ശുദ്ധതയോടും ശ്രദ്ധയോടും ജപിച്ചു കഴിഞ്ഞാൽ 63 ക്വാളിറ്റിയും ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളിലെത്തും. അതിനു വേണ്ടി പ്രത്യേകം പരിശ്രമിക്കേണ്ട ആവശ്യമില്ല എന്ന് അദ്ദേഹം നമുക്ക് ഉപദേശം തരുന്നു. അപ്രകാരം ഇവിടെ ഭഗവാൻ ചൈതന്യം നമുക്ക് തരുന്നു. എത്ര വലിയ പാപമാണെങ്കിലും ആ പാപത്തെ മൊത്തം ശുദ്ധമാക്കി ഞാൻ തരും എന്ന് പറയുന്നു. അപ്പൊ പ്രബോധാനന്ദ സരസ്വതി എഴുതിയ ഒരു ഇതാണ്, അതായത് ആ ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രണാമ മന്ത്രമാണിത്. പ്രബോധാനന്ദ സരസ്വതി എഴുതിയതാണ്. ആനന്ദലീലാമയ വിഗ്രഹായ ഹേമവതി
ദിവ്യാചവി സുന്ദരായ തസ്മൈ മഹാപ്രേമരസ പ്രതികായ ചൈതന്യ ചന്ദ്രായ നമോ നമഃ. ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രണാമ മന്ത്രമാണത്. ഒരിക്കൽ കൂടി പറയാം. ആനന്ദലീലാമയ വിഗ്രഹായ ഹേമാവതി ദിവ്യാചവി സുന്ദരായ തസ്മൈ മഹാപ്രേമരസ പ്രതാകായ ചൈതന്യ ചന്ദ്രായ നമോ നമഃ. അപ്പോ ആനന്ദമയ വിഗ്രഹായ, ഈ വിഗ്രഹം ചൈതന്യ മഹാപ്രഭു മരുന്നൊക്കെ കഴിക്കില്ലയോ, വലിച്ചോ ഒക്കെ ചോദിച്ചു. അപ്പൊ വേണ്ട വേണ്ട അല്ല, അപ്പൊ ഇപ്പൊ പോയത് ഇന്ദിരാലക്ഷ്മി മാതാജി പ്ലീസ് അൺമ്യൂട്ട് ചെയ്തോളൂ, മ്യൂട്ട് ചെയ്തോളൂ പ്ലീസ്. അപ്പോ ഖരെ കാണിച്ചു ലീല, ഏത് തരത്തിലെ ലീല? ആനന്ദലീല. ഖരെ എന്ന് പറഞ്ഞാൽ കാണിച്ചു തരുന്ന എപ്രകാരമുള്ള ലീല, ഏത് തരത്തിലുള്ള ലീല? ആനന്ദലീല. ഹേമാവഭി ദിവ്യ ചവിസുന്ദരായ രൂപം, ചുട്ടുപഴുത്ത സ്വർണ രൂപം. തസ്മൈ മഹാപ്രേമരസ പ്രതാകായ, ആ ഗൗരംഗ മഹാപ്രഭു ഈ ലോകത്ത് വന്നത് കൃഷ്ണപ്രേമം തരാൻ ഈ ചൈതന്യ ചന്ദ്രന് പ്രണാമം. അങ്ങനെ ഉള്ള ചൈതന്യ ചന്ദ്രന് ഞങ്ങളുടെ പ്രണാമം, അല്ല എൻ്റെ പ്രണാമം, അല്ല നമ്മുടെ പ്രണാമം. ഇതാണ് ഈ പ്രബോധാനന്ദ സരസ്വതി എഴുതിയ ഈ ശ്ലോകത്തിലെ ചൈതന്യ സ്തുതിയുടെ അർത്ഥം. അപ്പൊ ചൈതന്യ മഹാപ്രഭു നമുക്കറിയാം, 41 വർഷം അദ്ദേഹത്തിന്റെ ലീല. 24 വയസ്സ് ഗൃഹസ്ഥന്, 24 വയസ്സ് സന്യാസം സ്വീകരിച്ചു. അടുത്ത 6 വർഷം നമുക്കറിയാം സൗത്ത് ഇന്ത്യ യാത്ര നടത്തി. മധ്യലീലയിൽ 30 വയസ്സിൽ സ്ഥിരമായി താമസം, ജഗന്നാഥ്പുരിയിൽ അന്ത്യലീല, അങ്ങനെ പുരുഷോത്തമ ക്ഷേത്രത്തിൽ. ഗംഭീര ലീലയിൽ വിരഹ ദുഃഖത്തിൽ രാധാറാണിയുടെ ഭാവത്തിലായിരുന്നു അവസാനത്തെ ആ ഗംഭീര ലീല എന്ന് പറയുന്നത്. ആ മഹാപ്രഭു വിരഹ ദുഃഖത്തിലായിരുന്നു. ആരാണ് ചൈതന്യ മഹാപ്രഭു? കവിരാജ് ഗോസ്വാമി പറയുന്നു, രാധാകൃഷ്ണ പ്രണയ വികൃതി ഹ്ലാദിനി ശക്തിരസ എന്ന് വെച്ചാൽ രാധാകൃഷ്ണ പ്രണയ വികൃതി ഹ്ലാദിനി ശക്തിരസ. രാധാകൃഷ്ണന് ആ എന്ന് പറയുന്നത് ആഹ്ലാദിനി ശക്തിയുടെ രസമാണ്. ആ കൃഷ്ണനും രാധയും കൂടെ ചേർന്ന ആ ഒരു രസരൂപം. രാധാകൃഷ്ണൻ ഒന്ന്, അതായത് ഭക്തൻ ആസ്വദിക്കുന്ന ആനന്ദം ആസ്വദിക്കാനായി കൃഷ്ണൻ ആനന്ദിക ശക്തി ചൈതന്യ മഹാപ്രഭു ആയിരുന്നു, കൃഷ്ണന്റെ ആനന്ദിക ശക്തി. അപ്പൊ എന്തെന്ന് വെച്ചാൽ രാധാകൃഷ്ണൻ ഒന്നാണ്, അതായത് ഭക്തൻ ആസ്വദിക്കുന്ന ആനന്ദം ആസ്വദിക്കാനായി കൃഷ്ണന്റെ ആന്തരിക ശക്തി ചൈതന്യ മഹാപ്രഭുവായിട്ട് വന്നു. അതുകൊണ്ടാണ് ഹ്ലാദിനി ശക്തി എന്ന് പറയുന്നത്, ആന്തരിക ശക്തി. അപ്പോ രാധാകൃഷ്ണ ഏക ആത്മ ദ്വയി ഏവ ഹരി. രാധാകൃഷ്ണന് ഒന്നാണ്, രണ്ടും കൂടെ ഒന്നിച്ചു ചേർന്ന് ചൈതന്യ പ്രഭുവായിട്ട് വന്നു. ദ്വയി ഏവ ഹരി. ചൈതന്യ ആക്യം പ്രകടം അധുന തദ്വയം ചൈക്യം ആപ്യം. രണ്ട് ഒന്നായി വന്നത്. അപ്പം രാധായും കൃഷ്ണനും രണ്ടായിരുന്നു, അത് ഒന്നായിട്ട് ആരായിട്ട് വരുന്നു? ചൈതന്യ മഹാപ്രഭുവായിട്ട് വന്നു. രണ്ടൊന്നായി വന്നത്. കൃഷ്ണൻ രാധാറാണിയുടെ ഭാവം സ്വീകരിച്ച് സ്വർണവർണ്ണത്തിൽ വന്നത്. അകത്ത് കൃഷ്ണൻ ഹൃദയമെടുപ്പ് ഭക്തർക്കായി. ഗൗരവർണ്ണം തുഷാകൃഷ്ണം, അകത്ത് കൃഷ്ണനാണ്. എന്നാൽ ആ കൃഷ്ണന്റെ ഹൃദയമിടിപ്പ് ഭക്തർക്കായിട്ട് വന്നു. ഭക്തർക്കായിട്ട് വന്നു, തൻ്റെ ഹൃദയമിടിപ്പ് കൊടുക്കാനായിട്ട്. അതാണ് ചൈതന്യ മഹാപ്രഭു. രാധാറാണിയുടെ ഭാവം എല്ലായ്പ്പോഴും കൃഷ്ണ 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 എന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് എപ്പോഴും ചൈതന്യ മഹാപ്രഭു ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അദ്ദേഹം ദീക്ഷ സ്വീകരിച്ചതിന് ശേഷം
ശരിക്കും അദ്ദേഹം രാധാഭാവത്തിലായി മാറുമായിരുന്നു. പലരും സച്ചിമാതയോട് പറയുന്നത്, നിങ്ങൾ എന്തെങ്കിലും ജ്യോതിഷനെ കാണുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും കഷായം കൊടുക്കുവോ, മന്ത്രതന്ത്രങ്ങൾ ചെയ്യോ, എന്തോ കുഴപ്പം നിമായിക്ക് വന്നിട്ടുണ്ട്, അതാണ്. പക്ഷെ ഭക്തർക്കറിയാം അത് ഭക്തരുടെ ബാലവേശ്യമാണെന്ന്. അതൊക്കെ വളരെ നല്ലതായ രീതിയിൽ ആ ലീലയൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഒരുപാട് ലീലകൾ അങ്ങനെ പ്രദർശിപ്പിക്കുന്നുണ്ട്. സമയമുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ഒരു ലീല പറയാം നമുക്ക്. എല്ലായ്പ്പോഴും കൃഷ്ണ കൃഷ്ണ എന്ന മന്ത്രം. ഇവിടെ ഉജ്ജ്വല നീലാമണിയല്ല, കൃഷ്ണൻ ഉജ്ജ്വല നീലാമണിയാണ്. എന്നാൽ ഇവിടെ തപ്തകാഞ്ചന ഗൗരംഗിയായിട്ട് വരും. അതായത് ഉജ്ജ്വല നീലാമണിയായ കൃഷ്ണൻ തപ്തകാഞ്ചന ഗൗരംഗിയായിട്ട് ഇവിടെ വന്നു. അതായത് രാധാറാണിയുടെ ഭാവത്താൽ തപ്തകാഞ്ചന ഗൗരംഗിയായിട്ട് ആര് വന്നു? ഉജ്ജ്വല നീലാമണി കൃഷ്ണൻ വന്നു. ഇപ്പൊ പരമദിവ്യോത്തം പുരുഷൻ ആചാര്യഭാവത്തിൽ വന്നു, നമ്മുടെ ഇഷ്ടദേവനായിട്ട്. പരമദിവ്യോത്തമ പുരുഷൻ ആചാര്യനായിട്ട് വന്നു എന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടദേവനായിട്ട് വന്നു. അപ്പൊ കൃഷ്ണൻ പറയുന്നു, അപ്പനീന കൈലെ ധർമ്മ ശിക്കായ ജയ് ഏതോ സിദ്ധാന്ത ഗീത ഭാഗവതേ ഗായേ അപ്പനീന കരിലോ ഭക്തിഭാവേ അംഗീകാർ. എന്ന് വെച്ചാൽ കൃഷ്ണൻ വന്നത് ജഗദ്ഗുരു അംഗീകാർ. അതായത് കൃഷ്ണൻ വന്നത് ജഗദ്ഗുരു നമ്മളെ പഠിപ്പിക്കുന്നു, ഗീതയിൽ കൂടി ഭാഗവതത്തിൽ കൂടി ജപിക്കാൻ പറയുന്നു. എന്നാലോ കൃഷ്ണൻ സ്വയം പ്രാക്ടീസ് ചെയ്യുന്നില്ല. കൃഷ്ണൻ പറയുന്നു ഭഗവത്ഗീതയിൽ സർവധർമ്മ പരിത്യജ്യ മാം ഏക ശരണം വ്രജ അഹം ത്വം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. പറയുക മാത്രമേ ചെയ്തുള്ളൂ, കൃഷ്ണൻ പ്രാക്ടിക്കലായിട്ട് ചെയ്തില്ല. എന്നാൽ ചൈതന്യ മഹാപ്രഭുവായിട്ട് വന്നിട്ട് കൃഷ്ണൻ രാധയും കൃഷ്ണനും കൂടെ ചേർന്ന് കൃഷ്ണൻ പറഞ്ഞത് സ്വയം പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്ത് കാണിച്ചത്. ഇതാണ് മഹാപ്രഭു. അതുകൊണ്ടാണ് അപ്പനീന കൈലെ ധർമ്മ ശിക്കായിന ജായ് ഏതോ സിദ്ധാന്ത ഗീത ഭാഗവതേ ഗായേ അപ്പനീന കരിലോ ഭക്തഭാവി അംഗീകാർ. കാരണം കൃഷ്ണൻ തിയറിറ്റിക്കലായിട്ട് പറയുന്നു, എന്നാൽ ശരണം പ്രാപിക്കൂ എന്ന് ഗൗർ ഗോവിന്ദ് മഹാരാജ് പറയുന്നത് യജ്ഞം ജപ യസ്യോസ്മി. കൃഷ്ണൻ ജപിക്കാൻ പറയുന്നു, യജ്ഞാനാം ജപ യസ്യോസ്മി. കൃഷ്ണൻ ജപിക്കാൻ പറയുന്നു, പ്രണാമം ചെയ്യാൻ പറയുന്നു, തിയറിറ്റിക്കൽ ടീച്ചിങ് നമുക്ക് തരുന്നു. എന്നാൽ ചൈതന്യ മഹാപ്രഭുവായി എല്ലാം സ്വയം ചെയ്ത് കാണിച്ചു തരുന്നു നമ്മൾ. ആരാണ്? ഗൗർ ഗോവിന്ദ് മഹാരാജിന്റെ ഒരു കമന്ററി. അപ്പൊ കൃഷ്ണനെല്ലാം പ്രാക്ടിക്കലായിട്ട്, അതായത് തിയറിറ്റിക്കലായിട്ട് പറയുന്നു. ആ തിയറിറ്റിക്കലായിട്ട് കൃഷ്ണൻ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അത് മൊത്തവും പ്രാക്ടിക്കലായിട്ട് നമ്മളുടെ മുമ്പിൽ ചെയ്ത് കാണിച്ചു തരുന്ന ഒരു ഭക്തഭാവത്തിൽ. ഇതാണ് ചൈതന്യ ലീലയും കൃഷ്ണലീലയും തമ്മിലുള്ള ഒരു അന്തരം. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞത് പരിപൂർണമായി പ്രാക്ടിക്കലായി സ്വയം ചെയ്ത് കാണിച്ചു തരുന്ന മഹാപ്രഭു. എന്നാൽ ചൈതന്യ മഹാപ്രഭു അന്ത്യലീലയിൽ ഭാവം പരിപൂർണമായും രാധാഭാവമായി കരയുന്നു, വിമിഷ്ടപ്പെടുന്നു ഭക്തിയുടെ പ്രേമത്താൽ. അപ്പൊ അന്ത്യലീലയിൽ ഭഗവാൻ ചൈതന്യൻ പരിപൂർണമായിട്ട് രാധാഭാവത്തിലായിരുന്നു. ആ രാധാഭാവത്തിൽ വിരഹ ദുഃഖത്താൽ കരയുന്നു, ചിരിക്കുന്നു, വിമിഷ്ടപ്പെടുന്നു. അങ്ങനെ പല ഭാവങ്ങളും ഭക്തർക്ക്, ഉത്തമ ഭക്തർക്ക് കാണിച്ചു കൊടുക്കുന്നു, ശ്രേഷ്ഠ ഭക്തർക്ക് കാണിച്ചു കൊടുക്കുന്നു. അടുത്ത് ആദ്യത്തെ 24 വർഷം കൃഷ്ണന്റെ മാധുരി കുസൃതിത്തരമെല്ലാം കാണിക്കുന്നു. ആ കൃഷ്ണലീലയിൽ കൃഷ്ണൻ എന്തെല്ലാം കുസൃതിത്തരം കാണിക്കുന്നു അത് മൊത്തം 24 വർഷം ചൈതന്യ മഹാപ്രഭു കാണിച്ചു. പക്ഷെ വ്യത്യസ്തമാണ്, എന്നാൽ അത് തന്നെയാണ്. ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും.
ഒരു ഉദാഹരണം പറയുമെങ്കിൽ കൃഷ്ണൻ അല്ല ചൈതന്യ മഹാപ്രഭു പാമ്പുമായിട്ട് ഇങ്ങനെ കളിക്കുന്നത് കണ്ട് സച്ചിമാത ബോധം കെട്ട് വീഴുന്നുണ്ട്, കളിക്കുന്നു. വൃന്ദാവനദാസ് ഠാക്കൂർ പറയുന്നു ആ പാമ്പ് അനന്തശേഷൻ ആണ്. കാരണം അദ്ദേഹം കൃഷ്ണനുമായിട്ടുള്ള ആ ഒരു ലീല ആടുകയായിരുന്നു. ചൈതന്യ മഹാപ്രഭു നടക്കുമ്പോൾ പാദകമലത്തിന്റെ അടയാളങ്ങൾ ആ വീട് മൊത്തവും പതിയും. കാരണം അദ്ദേഹം വിഷ്ണു ആണെന്നും വിഷ്ണുവിന്റെ പാദകമലത്തിലെ ചിഹ്നങ്ങളെല്ലാം അതിൽ പതിപ്പിക്കുക, വീട്ടിൽ മൊത്തം പതിഞ്ഞ് കാണാനും സാധിക്കുന്നു. എല്ലായിടത്തും പതിഞ്ഞിരുന്നു വിഷ്ണുവിന്റെ. ദേവന്മാർ മനുഷ്യരൂപത്തിൽ വന്നിട്ട് അദ്ദേഹത്തിനെ ആരാധിക്കുമായിരുന്നു, അദ്ദേഹത്തിന്റെ ദർശനം എടുക്കുമായിരുന്നു. ഒരിക്കൽ ചൈതന്യ മഹാപ്രഭുവിന് കണ്ട മാത്രയിൽ മുകുന്ദൻ എന്ന് പറഞ്ഞ ഭക്തൻ തിരിഞ്ഞുപോയി. അപ്പോ നിമായ് പണ്ഡിതൻ തന്റെ ശിഷ്യരോട് ചോദിക്കുന്നു, എന്താ കാരണം മുകുന്ദൻ എന്നെ കണ്ട മാത്രമേ തിരിഞ്ഞു പോകാൻ എന്താ കാരണം എന്ന് ചോദിക്കുന്നു. കാരണം നിമായ് പണ്ഡിത്തിന്റെ ഒരു സ്വഭാവമുണ്ട്. ആരെ കണ്ടാലും അദ്ദേഹം തർക്കത്തിന് തയ്യാറാകും. ഓരോ സംസ്കൃതത്തിന്റെ ഓരോ പദങ്ങളുടെ ഓരോ ശ്ലോകങ്ങളുടെ അർത്ഥം പറയും. അവര് സാധാരണഗതിയിൽ ശരിയായ ഉത്തരം കൊടുത്താലും ചൈതന്യ മഹാപ്രഭു അല്ലെങ്കിൽ നിമായ് പണ്ഡിതൻ എന്താ ചെയ്യുന്നത്, അതിന്റെ വ്യാകരണങ്ങളും വ്യഞ്ജനങ്ങളും ഗ്രാമറും അതെല്ലാം ഓരോ സംസ്കൃത പദങ്ങളും പിരിച്ച് 1000 അർത്ഥങ്ങൾ പറയും. അപ്പൊ അവരുടെ തല വട്ടാക്കി, തല ഉണ്ടാക്കി, തല പെരുപ്പിച്ചു വിടും. ഇത് അദ്ദേഹത്തിന്റെ ഒരു ലീലയാണ്. അതിനാൽ മുകുന്ദൻ എന്ത് ചെയ്തു, മുങ്ങി അടുത്ത വഴി വിട്ടു. അപ്പൊ ചൈതന്യ മഹാപ്രഭു ശിഷ്യരോട് ചോദിക്കുന്ന, കണ്ടോ എന്താണ് ഇവന് മുങ്ങിപ്പോകുന്നത്? കാരണം അപ്പൊ പറയുന്നു, ഭഗവാൻ തന്നെ പറയുന്നു, മുകുന്ദൻ ഭക്തനാണ്, എനിക്കറിയാം. കാരണം എന്റെ സംസ്കൃതം ഗ്രാമർ ഒന്നും ഇഷ്ടമല്ല, കാരണം അവന്റെ സമയം കളയാൻ അവൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ നോക്കൂ, ഞാൻ നിങ്ങളോട് പറയുന്നു, മുകുന്ദൻ, ബ്രഹ്മാവ്, ശിവൻ എല്ലാം എന്നെ വന്ന് സ്തുതിക്കുമെന്ന് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു. എൻ്റെ പാദത്തിൽ ശരണം പ്രാപിക്കുമെന്നും പറയുന്നു ചൈതന്യ മഹാപ്രഭു. ആരെല്ലാം? ബ്രഹ്മാവ്, ശിവൻ വർഷിപ്പ് ചെയ്യുന്നു രാധാറാണിയെ. അപ്പൊ ഈ ബ്രഹ്മാവും ശിവനും എല്ലാം ആരെ വർഷിപ്പ് ചെയ്യുന്നു? രാധാറാണിയെ. ബ്രഹ്മാവ് ബർസാനയില് 4 മലകളായിട്ട് വന്നിട്ട് രാധാറാണിയുടെ പാദധൂളി സ്വന്തം തലയിലിടാനായിട്ടാണ് ആ 4 മലയായിട്ട് വരുന്നത്. നമുക്ക് ബർസാനയിൽ പോയിട്ടുള്ളവർക്ക് അറിയാം, നിങ്ങൾക്കറിയാം, ഇടാൻ. എന്നാൽ ഇവിടെ ശിവഭഗവാൻ രാധാറാണിയെ സ്തുതിക്കുന്നു. രാധാ കൃപാ കടാക്ഷ സ്തുതി. മുനീന്ദ്ര വൃന്ദവന്ദിതേ ത്രിലോകശോകഹാരിണി മഹേശ്വരി ക്രിയേശ്വരി സ്വദേശ്വരി സുരേശ്വരി ദിവ്യേ ഭാരതീശ്വരി പ്രണാമ ശാശ്വനേശ്വരി രമേശ്വരി ക്ഷമേശ്വരി പ്രമോദകാന ഈശ്വരി പ്രമോദകാനനേശ്വരി ബ്രജേശ്വരി പ്രജാതിപേ ശ്രീരാധികേ നമസ്തുതേ ഇതി മമ അദ്ഭുതം തവം നിശമ്യ ഭാനു നന്ദിനം കരോതു സംജനം കൃപാ കടാക്ഷ ഭാജനം ഭാവയതി തൈവ സഞ്ചിതാ ത്രിരൂപ കർമ്മനാശനം ഭാവതദാ വൃജേന്ദ്രസേനു മണ്ഡലം പ്രവേശനം വൃജേന്ദ്ര രസോനം മണ്ഡലം പ്രവേശനം. ശിവഭഗവാൻ സ്തുതിക്കുന്നു, ശ്രീമതി രാധേറാണിയെ മഹാപ്രഭു പറഞ്ഞത് സത്യമാണ്. വിദ്യാവിലാസ രസം ഭക്തിരസമായി മാറുമ്പം മഹാപ്രഭുവിന് മനസ്സിലാകും. അപ്പൊ ഏതൊരു വ്യക്തിയുടെ വിദ്യാവിലാസ രസം ആ വ്യക്തിയിൽ ഭക്തിരസമായി മാറുമ്പോൾ മാത്രമേ മഹാപ്രഭുവിനെ മനസ്സിലാകുള്ളൂ. വിദ്യ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ വിദ്യാവിലാസരസം ഭക്തിരസമായി മാറുമ്പോൾ മഹാപ്രഭുവിനെ മനസ്സിലാകും. അല്ലാത്ത വർഷം മഹാപ്രഭുവിനെ മനസ്സിലാകൂല്ല. സുസുഖം കർത്തവ്യം അവ്യയം, ഭഗവത്ഗീതയിൽ പറയുന്നു, സുസുഖം കർത്തവ്യം അവ്യയം. ഭക്തി ആനന്ദമാണ്, സേവ ആനന്ദമാണ്. ഭക്തിയിൽ സേവ ചെയ്യുമ്പോൾ ഭക്തനും ഭഗവാനും പരസ്പരം ആനന്ദിക്കുന്നു.
ഇത് ഒരിക്കലും തുടക്കത്തിൽ കിട്ടത്തില്ല. കുറെ സർവീസ് ചെയ്തും നാമം ജപിച്ചും ശാസ്ത്രങ്ങളും ഒക്കെ പഠിച്ച് ആധ്യാത്മിക ഗുരുക്കന്മാരുടെയും വരിഷ്ഠ ഭക്തരുടെയും ഒക്കെ കൃപയാലാണ് ഈ ഭാവത്തിൽ നമ്മൾ ഇവിടെ കിട്ടുന്നത്. അത് തുടക്കത്തിൽ കിട്ടില്ല. അതിന് പ്രഭുപാദ് പറയുന്നു ചാൻഡിങ് ബി ഹാപ്പി. അപ്പൊ ഇവിടെ ഹാപ്പി എന്ന വാക്കിനാണ് പ്രസക്തി. ഇത് മഹാപ്രഭു കാണിച്ചു തരുന്നു. എങ്ങനെ ഒരു വ്യക്തി ഭഗവത് സേവയിലും ഹരിനാമ ജപത്തിലും സന്തോഷവാനായിട്ട് നടക്കാമെന്നുള്ളത് കാണിച്ചു. അതാണ് പ്രഭുപാദ് പറയുന്നത് ചാൻഡിങ് ബി ഹാപ്പി. അപ്പൊ നമ്മള് ചാൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് ഹാപ്പി ഇല്ല. എന്താണ് കാരണം എന്ന് വെച്ചാൽ എന്തുവച്ച് സുസുഖം കർത്തവ്യവയം. ഇപ്പൊ നമ്മളിപ്പോ ജന്മാഷ്ടമി അല്ലെങ്കിൽ ബ്രഹ്മോത്സവം അതല്ലെങ്കിൽ നരസിംഹ ചതുർദശി, ഇതിലൊക്കെ രാപകളില്ലാതെ കഷ്ടപ്പെട്ട് രാവും പകലും ഒക്കെ ആയിട്ട് ഒരാഴ്ചയൊക്കെ ആയിട്ട് ഊണും ഉറക്കവും ഇല്ലാതൊക്കെ കഷ്ടപ്പെടുമ്പോൾ നമ്മൾ അയ്യോ ഒന്ന് ഉറങ്ങിയിട്ട് എത്ര ദിവസമായി, മനസ്സമാധാനത്തോട് ഇന്നൊന്ന് കിടന്ന് ഉറങ്ങണം, ഭയങ്കര കഷ്ടപ്പാടായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, കുറെ കഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുമ്പോൾ അവിടെ ഹാപ്പി അല്ല. എന്നാൽ ഒരാഴ്ച കഷ്ടപ്പെട്ടാൽ എന്താണ് ഭഗവാനെ ഒരു 600 ഐറ്റം മാതാജികൾ ചിന്തിക്കുന്ന 600 ഐറ്റം ഭഗവാന് രാജഭവം കൊടുക്കാൻ സാധിച്ചു. എന്താണ് അപ്പൊ അതിനെപ്പറ്റി മാതാജികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രഭുക്കന്മാര് അതിനെപ്പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിച്ച് ബോധയന്തസ്ഥ പരസ്പരം സംസാരിച്ച് ആനന്ദിച്ച് രസിക്കുമ്പോഴാണ് ഈ സുസുഖ കർത്തവ്യം സുസുഖ കർത്തും അവ്യയം എന്ന ഭാവത്തിലെത്തുന്നത്. അപ്പൊ അതുകൊണ്ട് കൃഷ്ണ സേവ ഏതൊരു വ്യക്തിക്ക് കിട്ടുന്നോ അതിൽ നമ്മൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും ക്ലേശം സംഭവിക്കുന്നത് നമ്മൾ കാര്യമാക്കാതെ അതിൽ ആനന്ദിക്കുകയാണ് വേണ്ടത് എന്നുള്ളത് ചൈതന്യ മഹാപ്രഭു കാണിച്ചു തരുന്നു. അതുകൊണ്ടാണ് ചാൻഡിങ്, പ്രഭുപാദ് പറഞ്ഞ ചാൻഡിങ് ബി ഹാപ്പി. നമ്മൾ ചാൻഡ് ചെയ്യുന്നു തത്തമ്മേ പൂച്ചേ പൂച്ച, പക്ഷെ ഹാപ്പി ആകുന്നില്ല. കാരണം എന്താണ്? അതൊരു ശരിക്കും ആചാര്യന്മാർ പറയുന്നത് 16 മാലയ്ക്ക് ശേഷം ഏതൊരു വ്യക്തി ജപിക്കുന്നു അതാണ് ആനന്ദ ജപം. നാം എല്ലാവരും 16 മാല 8 മാല, അയ്യോ ഇനി 8 മാലയുടെ ഉണ്ട്, അപ്പൊ ഒരു 4 മാലയോട് ഇനി 12, ഇനി 4 മാലയുടെ, എങ്ങനെ ഇരുന്നും കടന്നും നടന്നും ഓടിയൊക്കെ ഒരു 16 മാല ജപിച്ചു കഴിഞ്ഞാൽ സഞ്ചി കെട്ടിയിട്ടിട്ട് ഒറ്റ ഏറാണ് സഞ്ചി, ഹാവ് രക്ഷപ്പെട്ടു. എന്നാൽ 16 മാലയ്ക്ക് ശേഷം നമ്മൾ ജപിക്കുമ്പോൾ എത്ര ആയെന്ന് കണക്ക് നോക്കത്തില്ല, ക്ലോക്കിൽ നോക്കത്തില്ല, സമയം നോക്കത്തില്ല, പ്രഷർ കുക്കർ മാതിരി ഓടത്തില്ല, ഗിയർ മാറ്റത്തില്ല ജപത്തില്. അപ്പോ അവിടെ 16 മാലയ്ക്ക് ശേഷമാണ് നാമജപത്തിന്റെ രുചി വ്യക്തിക്ക് ഉണ്ടാകുന്നത് എന്ന് പറയാനുള്ള കാരണം ഇതാണ്. അപ്പൊ അവിടെ അങ്ങനെ 16 മാലയ്ക്ക് ശേഷം നല്ല ജപം നടത്തുന്ന വ്യക്തിക്കാണ് സുസുഖവും കർത്തും അവ്യയം ഉണ്ടാകുന്നത്. അതാണ് ബി ഹാപ്പി വരുന്നത്. അയ്യോ ഞാൻ ഗുരുവിന് കൊടുത്ത വാക്കായിപ്പോലും അല്ലെങ്കിൽ വൈഷ്ണവർക്ക് കൊടുത്ത വാക്കായിപ്പോലും അതുകൊണ്ട് എങ്ങനെയും കഷ്ടപ്പെട്ട് ഇരുന്നും കിടന്നും നിന്നും നടന്നും ഓടിയും ഉറങ്ങിയും ഒക്കെ ആയിട്ട് 16 മാല ജപിക്കാം എന്ന് വിചാരിച്ചാൽ ഈ അവസ്ഥ ഉണ്ടാകത്തില്ല. അതുപോലെ ഭഗവത് സേവ ചെയ്യുമ്പോൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും നമുക്ക് ദുഃഖമുണ്ടാകുന്നു, പ്രയാസമുണ്ടാകുന്നു, ക്ലേശമുണ്ടാകുന്നു. അതിൽ വ്യാകുലപ്പെടുകയും അരുത്. എങ്കിൽ മാത്രമേ ബി ഹാപ്പി ആകുകയുള്ളൂ. ഗോപസ്ത്രീകൾ രാവിലെ പോയി സൂര്യപൂജയൊക്കെ ചെയ്യുന്നു. അപ്പൊ അവര് ചോദിക്കുന്ന വീട്ടുകാർ ചോദിക്കുന്ന നല്ല പതിയെ കിട്ടാൻ വേണ്ടിയാണ്. ശരിക്കും അതിനു വേണ്ടിയല്ല. എന്തിനാ പോകുന്നതെന്ന് വെച്ചാൽ അവര് പോകുന്നത് രാവിലെ പോകുന്നത് സൂര്യദേവനെ പൂജിക്കുന്നത് ഭഗവാനെ സൂര്യഭഗവാനെ എത്രയും പെട്ടെന്ന് സൂര്യൻ അസ്തമിച്ച് തരണേ ഇന്ന്. കാരണം എന്താന്ന് വെച്ചാൽ എന്നാലേ ഞങ്ങൾക്ക് കൃഷ്ണനെ കാണാൻ പറ്റൂ. സൂര്യ അസ്തമനാകാറാവുമ്പോഴാണ് കൃഷ്ണനും ഗോപന്മാരും ഗോക്കളെയും മേയിച്ചിട്ട് തിരികെ വൃന്ദാവനത്തിലോട്ട് വരുന്നത്. അത് കാണാനായിട്ട് വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ് ഗോപസ്ത്രീകൾ. അപ്പൊ അവരുടെ ഉള്ളിലെ ആ വരവ് കാണാനായിട്ട് ഒരിക്കല് ഇത് കാരണം കൃഷ്ണൻ വരുന്ന സമയത്ത് ആ ഗോക്കളുടെ കുളമ്പടി ശബ്ദമൊക്കെ കേൾക്കുമ്പോഴേ ഗോപസ്ത്രീകളെല്ലാം കുറെ ഗോപസ്ത്രീകൾ ജനലിൻ്റെ അകത്തൂടെ തല വെളിയിലിട്ട് നോക്കും. കുറെ ആൾക്കാരെല്ലാം വെളിയിലിറങ്ങി നാളികളെ ചുറ്റും വന്ന് നിൽക്കും. കാരണം കൃഷ്ണന്റെ ആ വരവ് അതിമനോഹരമാണെന്നാണ് ആചാര്യന്മാർ വർണ്ണിക്കുന്നത്. പ്രകാരം വിയർപ്പും
ആ പൊടിപടലും എല്ലാം ആ മുഖാര മുദ്ദത്തില് പറ്റിപ്പിടിക്കുകയും മുടി പാറി നടക്കുകയും ആ മുഖമെല്ലാം ചുമന്ന് തുടുത്ത് നിൽക്കുകയും ആ മണ്ണും വിയർപ്പും എല്ലാം കൂടെ ചേർന്ന് ആ മുടി പാറി വസ്ത്രങ്ങളെല്ലാം അഴിഞ്ഞ് ഒലഞ്ഞ് കിടക്കുന്ന ആ വരവ്, ആ ശംഖുവൊക്കെ ഊതി ആ വരുന്ന വരവ് കാണേണ്ടതാണ്, അതിമനോഹരമാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഗോപസ്ത്രീകൾക്ക് ഇമ വെട്ടാനുള്ള കണ്ണിമ വെട്ടുന്നത്. അപ്പോഴാണ് അവർ ബ്രഹ്മദേവനെ ബ്രഹ്മദേവൻ എന്തിനാണ് ഈ ഇമ വെട്ടുന്ന ഒരു സമയം തന്നത് എന്ന് പറയുന്നു. അപ്പൊ ഈ ഗോപസ്ത്രീകളുടെ ഈ പരാതി മാറ്റാൻ വേണ്ടിയും ഒരു കാരണം, ഇന്ദ്രന്റെ അഹങ്കാരം കുറയ്ക്കാൻ വേറൊരു കാരണം, ഇവിടെ ഈ ഒരു കാരണം കൊണ്ടാണ് ഭഗവാൻ ഗോവർദ്ധന പർവ്വതം പൊക്കിയത്. 7 ദിവസം ഈ ഗോപസ്ത്രീകള് ഗോപന്മാരും എല്ലാം ഭഗവാനെ ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുമായിരുന്നു. അതിനു വേണ്ടി അവർക്ക് കാണാൻ വേണ്ടി ഒരു പരിഭവവുമില്ല, ഒരു വിഷമവുമില്ല, ഒരു പ്രയാസവും കൊടുക്കാതെ അവർക്ക് ഭഗവാനെ കണ്ട് രസിക്കുവാൻ വേണ്ടിയാണ് ഇവിടെ ഈ അവസരം ഗോവർദ്ധന പർവ്വത സമയത്ത് അങ്ങനെ ഒരു അവസരം ഭഗവാൻ കൊടുത്തത്. അത് ഒരു വലിയൊരു ഒരു ലീലയാണ്. അപ്പൊ അങ്ങനെ ഭഗവാൻ ബ്രഹ്മവിമോചന ലീല നമുക്കറിയാം. കാരണം എല്ലാവരും യശോദമ്മയോട് പറയും, യശോദ, നന്ദഗോപ, നന്ദമഹാരാജ്, നിങ്ങൾ എത്രയോ ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവതികളാണ്. കൃഷ്ണനെ പോൽ ഒരു മകനെ കിട്ടിയല്ലോ, ഞങ്ങൾക്ക് കിട്ടിയായിരുന്നെങ്കിലും എത്രയോ നല്ലതായിരുന്നു യശോദ അല്ലെങ്കിൽ നന്ദ എന്നൊക്കെ പറയുമ്പോൾ അത് കൃഷ്ണൻ വിചാരിച്ചു ബ്രഹ്മാവിനെ കൊണ്ട് ഈ ലീല കാണിക്കാൻ. ബ്രഹ്മാവ് പശുക്കളെ എല്ലാം കൃഷ്ണന് അവരെ ഒരു ഗുഹയിൽ കൊണ്ട് ഉറക്കിയിടുന്ന സമയത്ത് കൃഷ്ണ അന്ന് പിന്നെ ബലരാം ഇല്ലായിരുന്നു. ബലരാം ആ സമയത്ത് അവിടെ ഇല്ല, കൃഷ്ണന്റെ കൂടെ, അവർ കൂട്ടുകാർ സകളുടെ കൂടെ. ആ സമയത്ത് കൃഷ്ണൻ സ്വയം വിസ്തരിക്കുകയാണ് ഓരോ പശുവായിട്ടും ഓരോ കിടാങ്ങളായിട്ടും ഓരോ ഗോപന്മാരുമായിട്ടും. അപ്പൊ അവരുടെ ആഗ്രഹം, അവര് കൃഷ്ണനെ സേവ ചെയ്യുകയായിരുന്നു. അപ്പൊ ബലരാമൻ എന്തോ ഒരു സംശയം തോന്നി. ബലരാം പറയുന്ന പഴയ സ്വഭാവമല്ലല്ലോ ഈ പശുക്കൾക്കും ഈ ഗോപന്മാർക്കും, ഇവർക്കും എല്ലാം ഒരു പ്രത്യേകത കാണുന്നു. അപ്പൊ കൃഷ്ണ, നീ എന്തോ സംതിങ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണൻ ചിരിക്കുകയാണ് ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ അപ്പൊ ബ്രജവാസികളുടെ ആഗ്രഹം കൃഷ്ണൻ ബ്രഹ്മവിമോചന ലീലയിൽ കൂടി എപ്രകാരം കാണിച്ചു കൊടുത്തു, അങ്ങനെ അപ്രകാരം അവരുടെ ആഗ്രഹം സാധിച്ചു. അതിനുപരി അതിനൊരു കാരണം കൂടെ ഉണ്ട്. എന്തെന്ന് വെച്ചാൽ ഭഗവാൻ എച്ചില് കഴിക്കുന്നു എന്നുള്ളൊരു ഇത് ബ്രഹ്മാവിന് തോന്നി. കാര്യം ഭഗവാന് ഈ മോര് ഭയങ്കര ഇഷ്ടമാണ്. ഈ ബ്രിജയിലെ മോരെന്ന് പറഞ്ഞാൽ അവർ കരിഞ്ചീരമൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ്, ഞാൻ കുടിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഭയങ്കര ഇഷ്ടമാണ്. ബട്ടർ മിൽക്ക് എന്നൊക്കെ ഇട്ടുണ്ട്, അതൊക്കെ നല്ലതാണ്. ഭഗവാൻ വലിയ ഇഷ്ടം. അപ്പോൾ ഭഗവാന്റെ സഖ ഇപ്പൊ കൊടുക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ കാത്തിക്കോ ഭഗവാൻ, പക്ഷെ കൊടുത്തില്ല. അപ്പൊ ഭഗവാൻ കഴുത്തിന് കയറി പിടിച്ചു. അപ്പൊ കഴുത്തിന് കയറി പിടിച്ചപ്പോ അവസാനം ഇറക്കാൻ പറ്റാതെ ഇപ്പം ഇങ്ങനെ കവിളായി. അപ്പൊ എന്ത് ഭഗവാൻ ആ കവിളിന്റെ അടുക്കിലോട്ട് വായ അങ്ങോട്ട് തുറന്നു വെച്ചിട്ട് ഇത് ഒറ്റപ്പിടുത്തം പിടിച്ചു കൊടുത്തു. അപ്പൊ വായിൽ നിന്നുണ്ടായിരുന്ന കംപ്ലീറ്റ് ബട്ടർ മിൽക്ക് അല്ലെങ്കിൽ ആ മോരും വെള്ളം ഭഗവാന്റെ വായിലോട്ട് വീണു. എന്നിട്ട് ഭഗവാൻ അത് കുടിച്ചു. ഇത് ബ്രഹ്മദേവൻ പരമദിവ്യോത്തമ പുരുഷനായിട്ട് പറയുന്നത് എച്ചില് കഴിക്കുന്നുണ്ടോ? എന്നാൽ ബ്രഹ്മദേവന് അറിയില്ല. ഭഗവാൻ പറയുന്നുണ്ട്, എന്നെ ഗോപന്മാരും ഗോപസ്ത്രീകളും ഇടാ കൃഷ്ണ, നന്ദഗോപരുടെ കള്ളമകനെ, എടാ നീ ഇങ്ങനെ എന്തിനാണ് വരുത്തി? എനിക്ക് അത് കേൾക്കാൻ ഇഷ്ടം. എന്നാൽ ദേവന്മാർ എന്നെ പുരുഷ സൂക്തം സ്തുതിക്കുന്നു, യജ്ഞങ്ങൾ ചെയ്യുന്നു, ഹോമങ്ങൾ ചെയ്യുന്നു, യാഗങ്ങൾ ചെയ്ത് എന്നെ സ്തുതിക്കുന്നു. പക്ഷെ എനിക്ക് അതിനേക്കാൾ ഉപരി എൻ്റെ സഖകൾ എന്നെ കള്ളെന്നും കൃഷ്ണ എന്നും വാക്ക് പാലിക്കാത്തവനെന്നും ഡ്രൈവർ എന്നും ഒക്കെ വിളിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് കൃഷ്ണൻ ശാസ്ത്രത്തിൽ പറയുന്നു. അപ്പൊ അങ്ങനെയുള്ള കൃഷ്ണനാണ് ഇവിടെ എച്ചിൽ കഴിക്കുന്നു, ജൂട്ടം കഴിക്കുന്നു, എച്ചില് കഴിക്കുന്നു. അപ്പൊ ഇത് കൃഷ്ണനാണോ, പരമദിവ്യോത്തമ പുരുഷനാണോ എന്നൊരു സംശയം വന്നതും അത് തെളിയിക്കാനും നമ്മളെ തെളിയിച്ചു തരാം. ബ്രഹ്മാവിനറിയാം നമ്മളെ പോലുള്ള വിഡ്ഢികൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ചെയ്തിട്ടുള്ള ഒരു ലീലയാണ്. എന്നാൽ ഇവിടെ ഭഗവാന്റെ ലീലകളിൽ പല അർത്ഥങ്ങളും പലരുടെ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കാൻ. അതുപോലെ തന്നെ ഗോപന്മാരിവിടെ ആരെ ഭജിക്കുന്നു? ചന്ദ്രമായ ഭജിക്കുന്നു. അപ്പൊ എന്തിനാ ചന്ദ്രമായ ഭജിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ആരോഗ്യം കിട്ടാൻ വേണ്ടിയാണ്. കാരണം ആരോഗ്യം നല്ല
ആരോഗ്യം കിട്ടണമെങ്കിൽ ചന്ദ്രമായി പഴങ്ങൾക്ക് ഇതിനെല്ലാം ജ്യൂസ് കൊടുക്കുന്ന ചന്ദ്രമായിയാണ്, ചന്ദ്രമായി ഭജിക്കാൻ വേണ്ടി. എന്നാൽ യഥാർത്ഥത്തിൽ ഗോപന്മാരുടെ പ്രാർത്ഥന അതല്ല. ചന്ദ്രമായി നീ നേരത്തെ അസ്തമിക്കണം, എന്നെങ്കിൽ മാത്രം ഞങ്ങൾക്ക് ഗോക്കളെയും കൃഷ്ണന്റെ കൂടെ ഗോക്കളെ മേയ്ക്കാനായിട്ട് പോകാൻ പറ്റും. ഇതാണ് കൃഷ്ണ ഗോപികമാരുടെയും ഗോപന്മാരുടെയും ഭാവം. ഇമാതിരി ലീലകളൊക്കെ ചൈതന്യ മഹാപ്രഭു പ്രാക്ടിക്കലായിട്ട് ഭക്തരുടെ കാണിച്ചു തരുവാണ്. അതാണ് ചൈതന്യ ലീല. ഹരേ കൃഷ്ണ. സമയമായി. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. ഞാൻ ഒരു ശ്ലോകം എടുത്തു. ആരുമില്ലെന്നറിയാം, എല്ലാവരും കഴിഞ്ഞ ഭഗവത്ഗീത ക്ലാസ് ഒരൊറ്റ ഒരാളില്ലായിരുന്നു, എല്ലാരും പ്രഭുവിന്റെ കഥയിൽ ഇങ്ങനെ ലയിച്ചിരിക്കുകയാണ് പ്രഭു ഇങ്ങനെ കിട്ടാനായിട്ട്. ഒരു ശ്ലോകത്തിന്റെ കാര്യമല്ല, ഒരു ശ്ലോകമല്ല പ്രഭു, എന്ത് സ്വീറ്റ് ആയിട്ടുള്ള ലീലകളാണ് പ്രഭു പറയണത്. ഇത്രയും നല്ലത് പ്രഭു. ഒരുപാട് താങ്ക്സ്. ഹരേ കൃഷ്ണ. പ്രഭുവിന്റെ ക്ലാസ്സിൽ എപ്പോഴും നമുക്ക് ഭയങ്കര കണക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് കണക്ട് ചെയ്ത് അത് ചിന്തിക്കാൻ പറ്റും. അത്രയും ഭയങ്കര സിമ്പിൾ ആയിട്ടാ പ്രഭു പറയുന്നത്. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. എനിക്കധികം അറിവില്ലല്ലോ മാതാജി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊന്നും അല്ല പ്രഭു. പ്രഭുവിന് ഞങ്ങളെ പോലെയുള്ള ഒരു മണ്ടന്മാരാണെന്ന് അറിയാന്നുള്ളത് കൊണ്ട് പ്രഭു ഞങ്ങളുടെ തലത്തിലേക്ക് ഇറങ്ങി വരുന്നതാണ്. ഹരേ കൃഷ്ണ. എനിക്ക് അറിവുണ്ടെങ്കിലല്ലേ നല്ലതുപോലെ പറയാം. ഒരിക്കലല്ല പ്രഭു, ഒരിക്കലല്ല. ഹരേ കൃഷ്ണ. വേറെ എന്താണ്? ഹരേ കൃഷ്ണ. ഡിവോട്ടീസിന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ദയവായി ചോദിക്കുക. ഹരേ കൃഷ്ണ. ഡൗട്ട്സ് അല്ല മാതാജി, പുതിയ കാര്യങ്ങൾ ഇങ്ങനെ പ്രഭുവിന്റെ അടുത്തുനിന്ന് കിട്ടുമല്ലേ. എന്തെങ്കിലും അറിയുമെങ്കിലല്ലേ സംശയമുള്ളൂ. ഒന്നും അറിയാത്തവർക്ക് ഇങ്ങനെ പുതിയതായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുമ്പോ നല്ല സ്വാദായിട്ട് കിട്ടുവാണ്. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. പ്രഭുവിന്റെ ക്ലാസ് ഇങ്ങനെ വ്യാഴാഴ്ച രവി ഗൗരംഗ പ്രഭുവിന്റെ ക്ലാസ് ആണല്ലോ, അപ്പൊ ആ ക്ലാസ് മിസ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ഭയങ്കര ഇതോടുകൂടിയാണ് പ്രഭു ഇരിക്കുന്നത്. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. പ്രണാമം. ഗൗരിപ്രിയ സച്ചി ദേവി ദാസിയാണ് പറയുന്നത്. ഗൗരിപ്രിയ സച്ചി മാതാ ദേവിദാസിയാണ് പ്രഭുവിന്റെ. പ്രഭുവിന്റെ വൈഫ് വേറെയാണ് പ്രഭു. ഷഡ്ഭുജ പ്രഭു ഉണ്ട് ക്ലാസ്സിൽ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഒരു ഇതിനെ പറ്റിയിട്ടല്ല, യൂട്യൂബില് ക്ലാസ് ഡൗൺലോഡ് ചെയ്യാറില്ലേ? അപ്ലോഡ് ചെയ്യാറുണ്ട് മാജി, ചെയ്യാറുണ്ട്. അത് പക്ഷെ കിട്ടാറില്ല. ഞാൻ ലിങ്ക് അയച്ചു തരാം മാജി, ഞാൻ അയച്ചു തരാം. മാജി എനിക്ക് വാട്സപ്പിൽ ഒരു ഹായ് ഇട്ടേക്കണം. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് ു പ്രഭു. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രേമം ഉണ്ടാകട്ടെ. ഹരി ബോൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു പ്രണാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാം. ജയ ഹോ.